ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് മാതാപിതാക്കൾക്ക് എന്തു ചെയ്യാനായിട്ട് കഴിയും? ഇങ്ങനെയൊരു ദൈവവചന സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാതാപിതാക്കന്മാർ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ധാരാളം മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങളുണ്ടാകും. കാരണം പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിലേക്ക് എത്തണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. അപ്പം വിശ്വസിക്കാൻ പറ്റാത്ത കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഒരു പ്രായം കഴിഞ്ഞവരുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാതെ കിട്ടുന്നു, ചിലർക്കത് കിട്ടുന്നില്ല. ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഈ വിഷയമോർത്ത്, ഈ ഒരു കാര്യമോർത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുകയും കുറച്ചധികം സമയങ്ങൾ ദൈവവചനത്തിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മെസ്സേജ് ഒരുക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചില അനുഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളെ വേദപുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നാപക യോഹന്നാനാണ് ഗർഭാവസ്ഥയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ നിറയപ്പെടുമോ, നിറയപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ടോ, വചനത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരും സംശയിക്കുന്നവരുമായ ആളുകളുണ്ട്. ആദ്യം ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി പറഞ്ഞതിന് ശേഷം മാതാപിതാക്കന്മാർ എന്തു ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സകല ജഡത്തിന്മേലും അന്ത്യകാലത്ത് എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ബാലന്മാരെന്നോ വൃദ്ധന്മാരെന്നോ കുഞ്ഞുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ആര് ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ട് ആയിരിക്കുന്നുവോ അവരുടെ മേൽ തീർച്ചയായും പരിശുദ്ധാത്മാവിനെ സൗജന്യമായി ദൈവം നൽകി കൊടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്ന ദിവസങ്ങളാണല്ലോ. ഇനി ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നത്. നമുക്കിവിടെ കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങൾ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടണമെന്നും അവരെന്ന് ആത്മാവിൽ ബലപ്പെടണമെന്നും. നമ്മൾ കുഞ്ഞുങ്ങളെ ടൂറിന് നമ്മൾ കൊണ്ടുപോകാറുണ്ട്, എല്ലാ കാര്യവും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അവർക്ക് ആത്മീക ഭക്ഷണം കൂടെ നമ്മൾ കൂടെ കൊടുക്കണമല്ലോ. അപ്പം ഒരാഴ്ചയോളം നീണ്ടു നിന്ന ഉപവാസ പ്രാർത്ഥന ഇവിടെ ചർച്ചിൽ നടക്കുകയുണ്ടായി. അതിൽ മിക്ക കുഞ്ഞുങ്ങളും ഉപവാസത്തിലായിരുന്നു. ഒരു 8 വയസ്സ് തൊട്ട് മുകളിലേക്ക്, 7 വയസ്സ് 8 വയസ്സ് തൊട്ട് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഭാഗികമായിട്ട് ഉപവാസത്തിലായിരുന്നു. 7 ദിവസം വരെയൊക്കെ ഉപവസിച്ച കുഞ്ഞുങ്ങൾ ഉണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഈ തവണത്തെ ഒരു ഫാസ്റ്റിങ്ങിൽ കൂടുതലും അവർ ഭാഗികമായിട്ടുള്ള ഉപവാസമായിരുന്നു. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ കർത്താവിൻ്റെ കൃപയാൽ അവരിൽ പലരും പരിശുദ്ധാത്മ ശക്തിയാൽ അവർ നിറയപ്പെട്ടു. അവരെ ദൈവം ഒരു ആത്മീകമായ അടുത്തൊരു നിലവാരത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് 5 വയസ്സിന് മുമ്പ് തന്നെ, ഏകദേശം 4 വയസ്സ് കഴിഞ്ഞപ്പോൾ അവന് ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ചാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. അന്ന് അവനെ ആരും കൈതൊട്ടില്ല, അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടന്നില്ല. ഒരു ചെറിയ പ്രാർത്ഥനയിൽ 10-12 പേരിരിക്കെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ഭയങ്കരമായ ആഗ്രഹമായിരുന്നു മോനെ ദൈവാത്മശക്തിയാൽ നിറയ്ക്കണമെന്ന്. പല രാത്രികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോലും ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിൽ കൈവച്ച് കർത്താവേ ഇവനെ നിറയ്ക്കണമേ നിറയ്ക്കണമേ എന്ന് കുഞ്ഞിലെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ആൾക്കാർക്കൊരു സംശയമുണ്ട്. സംശയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ അവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രായത്തിലേക്ക് അവരെത്തിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണിത് പ്രാപിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൻ്റെ ഒരു വാഗ്ദത്ത നിവർത്തിയാണ്. അതായത്, നിന്റെ മേൽ ഞാൻ പകർന്ന ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന വചനങ്ങൾ നിന്റെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും
ഒരു നാൾ നീങ്ങിപ്പോകത്തില്ല. എന്നാൽ എൻ്റെ മകൾക്ക് ഇന്ന് ഏകദേശം 6 വയസ്സോളം പ്രായമുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ആ ഒരു അനുഭവം അവൾക്ക് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് നിരാശപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും കുഞ്ഞുങ്ങളിൽ ഒക്കെ നിവർത്തിക്കപ്പെടട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നിരാശപ്പെടാതെ നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഈ പ്രത്യക്ഷമായ പ്രകടമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ വിശ്വാസത്തോടുകൂടി യാത്ര ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതാണല്ലോ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനായി മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അറിയാം, കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പം ഒരു വലിയ ഏജിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് തരംതിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഒരു 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും 12 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ഞാനൊന്ന് തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും. അപ്പം ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 12 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞുങ്ങളോട് നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞാൽ, ഇതിങ്ങനെയൊക്കെയാണ് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു എന്താ പറയുന്നത്, അത്ഭുതകരമായ കാര്യമായിട്ടോ അല്ലെങ്കിൽ അവർക്കതിനെ അത്ര ഗൗരവമായിട്ടൊന്നും അവരെടുക്കത്തില്ല. കാരണം അവർ കളിയിലും ചിരിയിലും ഒക്കെ അവരിങ്ങനെ പോവുകയാണ്. അപ്പം 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ 1. 2, 12-ന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾ. അവരെ നമുക്ക് നന്നായിട്ട് ദൈവവചനം പറഞ്ഞ് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കി പാപത്തെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഒരു 2 തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമ്മൾ വരുമ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, അവർ പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മ ശക്തിയുമൊക്കെ അവർ പ്രാപിക്കണമെങ്കിൽ ഒന്നാമതായി മാതാപിതാക്കന്മാർ മാതൃകയുള്ളവരാകണം. മാതാപിതാക്കന്മാരുടെ ദൈവാശ്രയം, അവരുടെ പ്രാർത്ഥന, അവരുടെ വിശുദ്ധ ജീവിതം, വീട്ടിലെ അവരുടെ പെരുമാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ വഴക്കും കോപവും ഒക്കെയുള്ള വീടുകളിലാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയില്ല. പിന്നെ നമ്മൾ ഈ ചർച്ചകളിൽ വരുമ്പം കാണിക്കുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരില്ല. അതിനാണ് ഒന്നാമത് മാറ്റമുണ്ടാകേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾ, നമ്മൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതായത് ഒരു 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞാലും നമ്മുടെ വായിൽ നിന്നുള്ള വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതത്തെയാണ് അവർ കോപ്പി ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കൊടുക്കവാങ്ങലുകൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീക അനുഭവങ്ങൾ, ഇതെല്ലാം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് മാതാപിതാക്കന്മാർ വിശ്വാസത്തോടെ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ അടിയുറച്ച് മുൻപോട്ട് പോകുന്നവരും അവർ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ടവരുമായിരിക്കണം. എനിക്കറിയാം, ഒത്തിരി മാതാപിതാക്കന്മാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ ആത്മശക്തിയാൽ നിറയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ ഭയങ്കര അലസന്മാരായിരിക്കും. അവർ ആരാധനകൾക്ക് വരുമ്പോൾ അവർ പ്രാർത്ഥിക്കത്തില്ല, അവർ കണ്ണടയ്ക്കത്തില്ല എന്നുള്ളതല്ല, കണ്ണടയ്ക്കുന്നതല്ല വിഷയം. അവരിൽ ഒരു അലസത നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ദൈവജന ശുശ്രൂഷയിൽ മയങ്ങിയിരിക്കുന്നു, ഒന്നിനും ഒരു ഉത്സാഹമില്ല. അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ മക്കൾ ആത്മീയമായിട്ട് ഉണർന്നു വരണം. നമ്മൾ ഉണർത്തപ്പെടാതെ എങ്ങനെ നമ്മുടെ മക്കൾ ഉണർത്തപ്പെടും? നമ്മളതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്, ഞാനൊരിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചപ്പോൾ എൻ്റെ മോള് വളരെ ചെറിയ പ്രായത്തിലാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കയറുമ്പം ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല ആരെയും. ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നറിയാം, അവർ വരാറുമില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പം അവൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വന്ന് എൻ്റെ മുമ്പിൽ മുട്ടുമ്മേ നിന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നത് കണ്ടോ. അപ്പം ആത്മീയതയുടെ ബാലപാഠങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് മാതാപിതാക്കന്മാരിൽ നിന്നാണ്. മാതാപിതാക്കന്മാർ ആരാധിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും ദൈവം മുമ്പാകെ നിഷ്കളങ്കതയിൽ ജീവിക്കാത്തവരുമാണെങ്കിൽ എങ്ങനെ ആ തലമുറകൾ ദൈവകൃപയിൽ നിറയപ്പെടും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതൃകയുള്ളവരായി മാറുക എന്നുള്ളതാണ്. പത്യോപദേശത്തിലും ശിക്ഷണത്തിലും അവരെ വളർത്തുക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിന്റെ മേൽ ഞാൻ പകർന്ന ആത്മാവ് നിന്റെ സന്തതിയുടെ മേൽ, സന്തതിയുടെ സന്തതിയുടെ മേൽ, അതിൻ്റെ സന്തതിയുടെ മേൽ. ഇപ്പം നിന്റെ വായിൽ ഞാൻ തന്ന വചനങ്ങൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിൻ്റെ 21 വാക്യത്തിലാണ്. ആ വാക്യം നിങ്ങളൊന്ന് ധ്യാനിക്കുന്നതല്ല, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണത്. നമ്മൾ ഒരു മാതാപിതാക്കന്മാർ ദൈവശക്തിയാൽ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരം വെച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവശക്തി നമ്മിൽ നിന്ന് അവരിലേക്ക് പകരപ്പെടും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത, പരിശുദ്ധാത്മാവ് പകരുന്ന ആത്മാവാണ്. പകരുന്ന ആത്മാവ് നമുക്കറിയാം, മോശയിൽ നിന്ന് അടുത്ത കുറച്ച് ആളുകളിലേക്ക് എടുത്ത് പകരപ്പെട്ടു. ഈ ആരാധനാവേളയിലൊക്കെ നമുക്ക് മനസ്സിലാകും, ഈ ഒരു പകർച്ച മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനിത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അന്ത്യകാലം. അപ്പം ആൾക്കാർ ചിന്തിക്കും ഇത് നമ്മുടെ വാഗ്ദത്തമാണ്. അപ്പോൾ ആൾക്കാർ ചിന്തിക്കും, ദൈവദാസനെ ഇത് അന്ത്യകാലം ആണെന്നെങ്ങനെ ഉറപ്പ് പറയാനായിട്ട് പറ്റും? യോവേൽ ഈ ഒരു പ്രവചനം പ്രവാചകനായ യോവേൽ നൽകുമ്പം അപ്പോസ്തലനായ പത്രോസാണ് ഈ പ്രവചനവാക്യത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്നത്. അപ്പം അന്നു മുതൽ ഇന്നും ഇതൊരന്ത്യനാളാണ്. അതായത് പണ്ടത്തെ കാലങ്ങളിൽ, അതായത് പഴയ നിയമകാലങ്ങളിൽ എല്ലാവരിലും ഈ ഒരു ആത്മാവ് പകരപ്പെടില്ലായിരുന്നു. പ്രത്യേക ദൗത്യത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടവരിലായിരുന്നു പകരുന്നത്. ഈ ബസലേൽ, ഒഹോലിയാവ്, അവർക്കൊക്കെ ജ്ഞാനാത്മാവും വിവേകാത്മാവും ഒക്കെ ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് സമാഗമന കൂടാരത്തിൻ്റെ പണികൾ ഇത്രയും കൃത്യതയോടെ ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നു എന്നൊക്കെ നമ്മൾ കാണും. പക്ഷെ പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ ഏതൊരാളുടെയും അവകാശമാണ് ഇത്. അതുകൊണ്ട് നമ്മളിത് അനുഭവിക്കുക, പ്രാപിക്കുക. 2, വിശ്വാസത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇത് പകരണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ആ വാഗ്ദത്തത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മളിത് പ്രാപിക്കാത്തിടത്തോളം കാലം നമ്മുടെ മക്കളിൽ മേൽ വരണമെന്നും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആത്മീയ നിലവാരമില്ലാതെ നമ്മുടെ മക്കളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് സാധ്യമാകുന്നത്? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായി പരിശുദ്ധാത്മ ശക്തി 2-3 തരത്തിലാണ് വ്യക്തികളിലേക്ക് പകരപ്പെടുന്നത്. ഒന്ന്, അഭിഷേകവും ദൈവകൃപയുമുള്ള ദൈവദാസന്മാർ കൈവെക്കുമ്പോൾ അവരുടെ കൈവെപ്പിൽ ഈ ഒരു പകർച്ചയുണ്ടാകുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നു, ഇന്നത്തെ കാലത്തിൽ നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാ അഭിഷേകം മാത്രമല്ല, കൃപാവരവും അങ്ങനെയാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നോക്കിക്കേ, കൃപാവരപ്രാപ്തരായ ദൈവദാസന്മാർ കൈവെക്കുമ്പോൾ ആ കൃപാവരം അവരിലേക്ക് പകരും. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പകരുമെന്ന് പറഞ്ഞ് കാണുന്നിടത്തെല്ലാം പോയി തലവിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. ഇതെന്നാ ആത്മാവാണ്, എന്തോന്നാണ്. ഇപ്പോഴത്തെ പ്രവചനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു ചാനൽ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതല്ല, ആ ഒരു ഉദ്ദേശത്തോടു കൂടെയല്ല. പക്ഷേ നല്ലതും തീയതും മനസ്സിലാക്കണം. കാണുന്ന വീഡിയോകളും കാണുന്ന ക്ലിപ്പുകളും എല്ലാം ഒന്നും സത്യസന്ധതയൊന്നും ഉള്ളതൊന്നും അല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ചതിയും വ്യാജവും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്നുള്ളതാണ്. എന്നാൽ നന്നായി ശുശ്രൂഷിക്കുന്ന നല്ല നിഗ്രഹീതരായ ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ചെയ്യാറുണ്ട്, എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള നല്ല മാതൃകയുള്ള ദൈവദാസന്മാർ. അവരുടെ മുമ്പിലേക്ക് എൻ്റെ മക്കളെ പോലും ഞാൻ നിർത്തി ദൈവദാസന്മാരെ അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അപ്പം അതൊരനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നിർത്താറുമില്ല. ശ്രദ്ധിക്കുക, എല്ലാ ആത്മാവും ദൈവികമൊന്നുമല്ല കേട്ടോ, എല്ലാ പ്രവചനവും ദൈവത്തിൽ നിന്നുള്ളതും അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, തെറ്റിൽ പെടരുത്, ചതിക്കപ്പെടരുത്. പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പം 2-3 തരത്തിലാണ് പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുന്നത്. 1, അഭിഷേകമുള്ള ദൈവദാസന്മാർ കരം വെക്കുമ്പോൾ. 2, ദൈവവചന കേൾവിയിൽ. കൊർന്നലിയോസിൻ്റെ വീട്ടിൽ അതാണ് സംഭവിച്ചത്. 3, ഇതൊന്നുമില്ലാതെ നമ്മൾ ഇരിക്കുന്ന ചില സമയങ്ങളിൽ ദൈവാത്മശക്തി പകരപ്പെടാറുണ്ട്. അപ്പം ഇത് തരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടം അല്ല. അപ്പം ഒന്നാമതായി ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടുന്നത്. മാതാപിതാക്കന്മാർ ദൈവാത്മശക്തിയാൽ നിറയപ്പെടണം.
അവർ മാതൃകയുള്ളവരാകണം, അവർ പ്രാർത്ഥനാ മനുഷ്യരാകണം, അവർ ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവരാകണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മക്കളെ എങ്ങനെ ദൈവകൃപയിൽ വളർത്താം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 2 പേര്, അതായത് യോഹന്നാനും യേശുക്രിസ്തുവും, അവരെക്കുറിച്ച് പറഞ്ഞത് ആത്മാവിൽ ബലപ്പെട്ടു, ബിക്കെയിം സ്ട്രോങ് ഇൻ സ്പിരിറ്റ് എന്നാണ്. ആത്മാവിൽ ബലപ്പെട്ടു, അതായത് ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരാൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരാണ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആ മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുമ്പോൾ ഈ സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മോനോട് പ്രവചിക്കുന്നുണ്ട്. സെക്കരിയാവ്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. മറിയയുടെ മേൽ, യേശുവിൻ്റെ അമ്മ മറിയയുടെ മേൽ, അമ്മ മറിയത്തിൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആത്മാവിനാൽ നിറഞ്ഞു എന്ന് കാണുന്നുണ്ട്. കണ്ടോ? അപ്പം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ മാതാപിതാക്കന്മാർ ആത്മനിറവുള്ളവരായിരുന്നു. ആത്മനിറവുള്ള മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അത് പകരപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മനിറവ് പ്രാപിച്ച് ദൈവിക വിശുദ്ധിയിലും കൃപയിലും നിൽക്കുന്ന മാതാപിതാക്കന്മാരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആത്മനിറവ് അവകാശപ്പെടാം. എൻ്റെ മേൽ പകർന്നത് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ആ തലയിൽ പറ്റുന്നിടത്തോളം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ആണെന്നല്ലോ, രാത്രിയിലൊക്കെ അവരുടെ തലമേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വാഗ്ദത്തം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരപ്പെടും എന്നുള്ളതാണ്. കാരണം അന്ത്യകാലത്തിൻ്റെ വാഗ്ദത്തമാണെന്ന് ഞാൻ പറഞ്ഞു, സകല ജഡത്തിന്മേലും ഇത് പകരപ്പെടും എന്നുള്ളത് നമുക്കറിയാം. ഈ കൈസരിയയിൽ പൗലോസ് ഈ യെരുശലേമിലേക്കുള്ള യാത്രയുടെ മുമ്പിൽ താമസിച്ചപ്പം 7 ഒരുവനായ ഫിലിപ്പോസിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ഫിലിപ്പോസിൻ്റെ കന്യകമാരായ പ്രവാചകിമാരെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോസ്തല പ്രവർത്തികളിൽ. കന്യകമാരായ പ്രവാചകിമാർ, വിർജിൻ പ്രൊഫറ്റസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകിമാർ എങ്ങനെയായി? പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നതാണ് പ്രവചനം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കണ്ടോ? അപ്പം ആ വാക്യത്തിൻ്റെ പൂർണ്ണത അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഫിലിപ്പോസിൻ്റെ മക്കൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം വിശ്വാസത്തോടെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അവരിൽ വിശ്വാസം പകർന്നു കൊടുക്കുക, ഇതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക, നിരന്തരമായി അവരെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോവുക. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഉപവാസ പ്രാർത്ഥനകളോ നല്ല കൂട്ടായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു ആത്മീക അന്തരീക്ഷത്തിൽ നമ്മൾ അവരെ കൊണ്ടുവരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതായത് പരിശുദ്ധാത്മാവിനെ പകരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടോ ആ വ്യക്തിയുടെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതിനെ പണം കൊടുത്ത് മേടിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ ഒരു യാചന നമുക്കാവശ്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. 12 വയസ്സിൽ താഴെ, 12 വയസ്സിൽ മുകളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ആത്മീക ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ ആത്മീക കാര്യങ്ങളിൽ അവരെ ഉത്സാഹത്തോടെ പങ്കെടുപ്പിക്കുക, അവരെ ഉപവസിപ്പിക്കുക, അവരെ പ്രാർത്ഥിപ്പിക്കുക. ഈ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ അവരെ കൊണ്ടുപോകുക. അതായത് നമ്മൾ ഈ അപ്പോസ്തോല പ്രവർത്തികളൊക്കെ നമ്മൾ വായിക്കുമ്പം പരിശുദ്ധാത്മ ശക്തി പകരപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാം ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചോദിക്കും, കാത്തിരിക്കണോ? വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അവരോട് എതിരൊന്നുമല്ല, അവർ കാത്തിരിക്കേണ്ട. പക്ഷേ ഞാൻ പറയുന്നു, കാത്തിരിക്കണം. എന്തിന് കാത്തിരിക്കണം? പണ്ട് കാത്തിരുന്നല്ലേ, ഇനിയും കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോസ്തല പ്രവർത്തികളിലെല്ലാം നിങ്ങൾ നോക്കിക്കോ. കൊർനെല്യോസിൻ്റെ വീട്ടിൽ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. പത്രോസ് വരുന്നത് നോക്കി അവർ കാത്തിരിക്കുകയായിരുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവ് അയച്ച പൗലോസും അതുപോലെ തന്നെ ബർണബാസും, അവര് അപ്പോസ്തല പ്രവൃത്തി 13 നമ്മൾ കാണുന്നത് എന്താ? അവർ ദിവസങ്ങളായി ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു.
അപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നടന്ന സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. അതായത് വെറുതെ ഓടിച്ചാടി നടന്ന് തോന്നുന്നതെല്ലാം ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചിട്ട് ആത്മീയ കാര്യങ്ങളിലൊന്നും ശുഷ്കാന്തി ഇല്ലാതെ നടന്നിട്ട് എൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും പകരാനുള്ളതൊന്നും അല്ല ഈ വിശുദ്ധിയുടെ ആത്മാവ്. അതിനൊരു ഒരുക്കം വേണം. ഒരുക്കപ്പെടുന്ന പാത്രങ്ങളിലാണ് പകരപ്പെടുന്നത്. അതായത് ദൈവസന്നിധിയിൽ നമ്മൾ ആ ഒരു കോണ്ടാക്റ്റ് ഇല്ല, ദൈവത്തോടുള്ള കണക്ഷൻ്റെ അകത്തേക്ക് നമ്മൾ വന്ന് നമ്മൾ ഒരുക്കപ്പെട്ട് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ആത്മാവിൻ്റെ ശക്തി പകരപ്പെടുന്നത്. പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ആത്മീക കൂട്ടായ്മകളിലേക്ക് പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുങ്ങുകയും ഇതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഒരു വ്യക്തി നിന്നാൽ ആ വ്യക്തിയുടെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തി പകരപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇത് അവകാശമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഒന്നുകൂടെ പറഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, പുതിയ നിയമ കാലഘട്ടമാണ്. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ അവകാശമാണ്. മാതാപിതാക്കന്മാർ മാതൃകയുള്ളവരായിരിക്കണം. അവരുടെ മൂല്യങ്ങൾ മക്കൾ കണ്ടു വളരാനിടയായിത്തീരണം. മാതാപിതാക്കൾ ദൈവാത്മശക്തി പ്രാപിച്ചവരാണെങ്കിൽ മക്കൾക്ക് അത് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. 2, പ്രാർത്ഥനയിലേക്ക് ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് അവരെ കൊണ്ടുവരികയും അതിനുവേണ്ടിയുള്ള ഒരു വാഞ്ച അവരിൽ ഉണ്ടാക്കുക, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവരാക്കുക. സൺഡേ സ്കൂളുകൾ, അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനകൾ, നല്ല നല്ല ക്യാമ്പുകളുണ്ടെങ്കിൽ ക്യാമ്പുകളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, നല്ല ക്യാമ്പുകളൊക്കെ അല്ലാത്ത ക്യാമ്പുകളിലൊക്കെ പെട്ടിട്ട് കുഴപ്പങ്ങൾ പറ്റിയതും ഉണ്ട്. പുതുതായിട്ടൊക്കെ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടുകൂടി പുതിയ ബന്ധങ്ങൾ ഒക്കെ സ്ഥാപിച്ചൊക്കെ പോയ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ഒത്തിരി പറഞ്ഞാൽ എന്നെ കല്ലെറിയും. അപ്പം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ഈ ഒരു വീഡിയോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. മക്കളെ ദൈവകൃപയിൽ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നത് പോലെ നമുക്ക് അത് കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരുമിച്ച് ഞങ്ങൾ ദൈവസന്നിധിയോട് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ദൈവം ഞങ്ങൾക്ക് തരുന്ന ദാനങ്ങളാണ്. അവരെ ദൈവകൃപയിലും വിശുദ്ധിയിലും വളർത്തി കർത്താവിന് കൊള്ളാവുന്നവരായി, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി. ആമേൻ. അടുത്ത നാളുകളിൽ ദൈവമേ, ഈ പുസ്തകം എടുക്കേണ്ടവരാണവർ, പെട്ടകം ചുമക്കേണ്ടുന്നവരാണവർ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കണമേ, ആത്മശക്തിയാൽ നിറയ്ക്കണമേ. പിശാചിൻ്റെ കൈകളിൽ അവരകപ്പെട്ടു പോകുവാൻ അനുവദിക്കല്ലേ. അവർ ആത്മശക്തി പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എന്ന് മാത്രമല്ല, അത് നഷ്ടപ്പെടുത്തി കളയാതെ ജീവിപ്പാനുമുള്ള ദൈവകൃപ അവർക്ക് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന സന്ദേശം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ടൈം സോണുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടെല്ലാം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നാമത്തിൽ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആമേൻ. വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ അവരുടെ മേൽ പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വരവിനായിട്ടൊരുക്കണം, പ്രത്യാശയാൽ നിറയ്ക്കണം, കൃപയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ചില കോളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കുറച്ചധികം തിരക്കും നിരന്തരമായ യാത്രകളുമൊക്കെ ആയിരുന്നു. എൻ്റെ സഹോദരൻ്റെ കല്യാണമാണ് ജൂൺ മാസം 13-ാം തീയതി. അപ്പം ഞങ്ങളാണ് ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പം ഈ യാത്രകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആയതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊള്ളുക, സമയം പോലെ റിപ്ലൈ തരാം. പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും ഒന്നിച്ച് സഹായിക്കട്ടെ. ആമേൻ.